ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് 2225 ഇവർക്ക് സ്വാഗതം. ദുരന്തർ ദി റിവെഞ്ച് മൂവി കണ്ടു വന്നിരിക്കുകയാണ്. പടത്തെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ സത്യം പറഞ്ഞ ഫസ്റ്റ് അത് ഈ പടത്തിന്റെ ഫസ്റ്റ് ഭാഗം അത് സത്യം പറഞ്ഞ അത് തുടങ്ങിയ സമയത്ത്, അത് ഞാൻ എന്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഒരു രണ്ട് പടം മറ്റേ കണ്ടേ കഴിഞ്ഞുള്ളത്. അത് എന്നെ റിവ്യൂ കാര്യങ്ങൾ ഇട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നൊരു മൂന്നാമത്തെ പടം കണ്ടാണ് ഇതായിരുന്നു തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ഇവിടെ ചേർത്തല ലൊക്കാലിറ്റിക്ക് പടം റിലീസ് ഇല്ല ഞാൻ പടത്തിന്. ഫസ്റ്റ് പാർട്ട് അത് മിക്ക പടത്തിന്റെ എങ്ങനെയുള്ള ഫസ്റ്റ് പാർട്ട് അത്തരം നന്നായിട്ട് എല്ലാ തിയേറ്ററിലും കാണത്തില്ല. പിന്നീടാണ് അത് എല്ലാവരിലും അത് എത്തണത്. അപ്പൊ അതുമൂലം തന്നെ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോറം അല്ലായിരുന്നു പടം റിലീസ് ചെയ്തത്. അങ്ങോട്ടുള്ള തിയേറ്ററിലാണ് കൂടുതലും റിലീസ് ചെയ്തത്. പിന്നെ ഇവിടുന്ന് ഇനി ആലപ്പുഴയാണ് ലൊക്കാലിറ്റി ഉള്ളത് ഉണ്ടായിരുന്നു തോന്നുന്നത്. ഇല്ല, നമുക്ക് ഇച്ചിരി അടുത്ത് ഫോറമാളായിരുന്നു. അപ്പൊ ഞാൻ ഫോറമാളിലാണ് ഫസ്റ്റ് ചാപ്റ്റർ 1 പോയി കണ്ടത്. മോനെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചത് ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ കണ്ടപ്പോ തന്നെ ഉറപ്പിച്ച് സെക്കൻഡ് ചാപ്റ്റർ ഇറങ്ങുമ്പോ തന്നെ ഫസ്റ്റ് തന്നെ പോയി കാണണം എന്നുള്ള മൈൻഡിൽ തന്നെ പോയി കണ്ടതാണ്. പടത്തിന് ഇന്നലെ, അതായത് പടം 19-ാം തീയതിയാണ് റിലീസ് പറഞ്ഞത്. അപ്പൊ 18-ാം തീയതി പെയ്ഡ് ഒരു പ്രിവ്യൂ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അത്യാവശ്യം കുറച്ച് തിയേറ്റർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പെയ്ഡ് പ്രിവ്യൂ ഷോ. അതങ്ങനെ വെക്കാത്താണ്. പ്രിവ്യൂ ഷോക്ക് സത്യം പെയ്ഡ് ആയിട്ടല്ല വെക്കാറുള്ളത്. ഇതൊരു പെയ്ഡ് ആയിട്ട് തന്നെ പ്രിവ്യൂ ഷോ നടത്തി. പക്ഷെ അത് എനിക്ക് പോയി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ പടം ഇറങ്ങണതിന്റെ തലേദിവസം തന്നെ പടത്തിന്റെ റിവ്യൂ ഇടാനാണ്. അപ്പൊ അങ്ങനത്തെ മൈൻഡ് ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് പോകാൻ പറ്റിയില്ല, വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് അത് ഷോ ക്യാൻസൽ ആയെന്നും ഒട്ടുമിക്ക തിയേറ്ററിലും പടം ലൈസൻസ് ഇഷ്യൂ അങ്ങനെ പല കാരണത്താൽ പടം ഓടിച്ചില്ലെന്നും, പിന്നെ മലയാളം ഡബ്ഡ് ആണെങ്കിലും മറ്റ് തമിഴ് ഡബ്ഡ് ആണെങ്കിലും അതൊക്കെ വരാനായിട്ട് കുറെ ലേറ്റ് ആയെന്നും, ഹിന്ദി ഡബ്ഡ് മാത്രമാണ് ഒട്ടുമിക്ക തിയേറ്ററിൽ ഓടിച്ചെന്നൊക്കെ അറിഞ്ഞത്. എന്തായാലും നല്ല ഉപകാരപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, ഇന്ന് തന്നെ പോയി നല്ല ഫുള്ളായിട്ട് തന്നെ കാണാൻ പറ്റി. മുടക്കൊന്നും വന്നില്ല. പിന്നെ ഒരു പ്രശ്നം വന്നത് അവിടുത്തെ ടെക്നിക്കൽ എറർ. അവിടുത്തെ തിയേറ്ററിന്റെ എന്തോ ടെക്നിക്കൽ എറർ ഒരു 5 മിനിറ്റോളം ഇത്തിരി ബ്രേക്ക് എടുക്കേണ്ടി വന്നു. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു തിയേറ്റർ അല്ലേ, മിഷനൊക്കെ അല്ലേ, എല്ലാ മിഷനും കംപ്ലൈന്റ് ഒക്കെ അല്ല. അതും അങ്ങനെ കരുതി. പക്ഷെ എന്നാൽ നമ്മൾ കരുതിയെന്ന് വെച്ച് എല്ലാവരും അങ്ങനെ കരുതണമെന്നില്ലല്ലോ. അത്യാവശ്യം നല്ല കാറലും കൂവലും അത്യാവശ്യം മോശം പ്രതലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര പടം ഡീപ്പായിട്ട് നമ്മൾ കണ്ട് മുഴുകിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പടം കട്ടായി പോയി, അല്ലെങ്കിൽ പടം കാണാൻ പറ്റിയില്ല എന്നുള്ള ഇത് വരുമ്പോൾ നമുക്ക് വിറയൂല ഓട്ടോമാറ്റിക്. നോർമലി മനുഷ്യനാകുമ്പോൾ വിറയും. ആ ഒരു ദേഷ്യത്തിൽ പിന്നെ അവർ പറഞ്ഞ് ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഒരു നല്ലൊരു ഡ്യൂറേഷൻ തന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ. ഇത് സത്യം പറഞ്ഞ ഒരു 3 മണിക്കൂർ 49 മിനിറ്റ്, 4 മണിക്കൂർ പറ്റിയാണ് സത്യം പറഞ്ഞ ഒരു പടം. ഒരു സിനിമ, ഒരൊറ്റ സിനിമ 4 മണിക്കൂർ പറ്റിയെന്ന് പറയുമ്പോ അത് ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിനെക്കാളും നല്ലപോലെ വർക്കായില്ലെങ്കിൽ ഇത്രയും ഡ്യൂറേഷൻ തന്നെ പടമാണ്. ആദ്യം പിന്നെ എടുത്തു പറയുന്ന കാര്യം അതായിരിക്കും, ഇത്ര വലിച്ചു നീട്ടിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പടം മോശമായത്. അങ്ങനെ എടുത്തു പറയുന്ന ആദ്യത്തെ കാരണം അതായിരിക്കും. അങ്ങനെ വരില്ല എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാൻ കയറിയത്. അത് ഒട്ടും ആ വിശ്വാസത്തെ അവര് തള്ളിക്കളഞ്ഞില്ല തന്നെ പറയാം. കിടിലൻ എക്സ്പീരിയൻസ് തന്നെ നന്നായിരിക്കും. ആ 3 മണിക്കൂർ 49 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഡ്യൂറേഷൻ ഉണ്ടായിട്ടും പടം കംപ്ലീറ്റ് ആയത്, അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ആയതുവരെ നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി. എന്റെ കൂടെ നിന്ന് കണ്ടവർക്കും അങ്ങനെ തോന്നി, ഇത്രയും പെട്ടെന്ന് ഇത്രയും സമയം പോയ എന്നുള്ള ഒരു തോന്നലാണ് എല്ലാവർക്കും ഉണ്ടായത്. അത് മെയിൻ ഒരു പടത്തിന്റെ ഒരു പോസിറ്റീവ് കാര്യം തന്നെയെന്ന് പറയാം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആദിത്യ ധർ. റൈറ്റിംഗ് ഡയറക്ഷനും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി കിടിലായിട്ട് തന്നെ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോ തന്നെ ഒരുമിച്ച് ഫസ്റ്റും സെക്കൻഡും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇത്ര പെട്ടെന്ന് ഒരു പടം സെക്കൻഡ് പാർട്ട് നമ്മൾ ഒരു പടത്തിന്റെ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എന്നാലും നല്ലപോലെ തന്നെ വർക്കായി നല്ലപോലെ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു പടം കൂടിയാണ്. പിന്നെ പറയാനുള്ള പടത്തിന്റെ നായകൻ രൺവീർ സിംഗ്. പിന്നെ പുള്ളി കൊടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ എന്ന ലെവൽ എന്ന് വെച്ചാൽ രക്ഷയില്ലെന്ന് തന്നെ പറയാം. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി പുള്ളി പേഴ്സണൽ ലൈഫിൽ പുള്ളിക്കാരൻ ഒരു എക്സ്ട്രോവെർട്ട് ആ ലെവലാണെങ്കിലും, പക്ഷെ ഈ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോഴല്ല പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു മാനസവും ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പോലെ അടിപൊളി. അത് ഒരു ഇമോഷൻ സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുള്ളി കൈകാര്യം ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ലെവലാണ്. അതുപോലെ തന്നെ മാസ് സീനാണെങ്കിൽ ആ സമയത്ത് മാസ് സീന് വേണ്ടത് ഏതൊക്കെ ലെവലില് കയറ്റപ്പെട്ട അഭിനയമാണോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ഏതൊക്കെ രീതിയിലുള്ള അഭിനയമായിരിക്കും ഒരു നടൻ അല്ലെങ്കിൽ നായകൻ എന്ന താരത്ത് ഇവിടെ കാണുന്ന ഒരു വ്യക്തിയും ഇങ്ങനെ ആ രീതിയിലുള്ള കിട്ടുന്ന പെർഫോമൻസും കാര്യങ്ങളാണ് പുള്ളിയിൽ നിന്ന് പുള്ളിക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്.
ഫസ്റ്റ് ചാപ്റ്ററിൽ സത്യം പറഞ്ഞ അക്ഷയ് തന്നെ ഒരു കോമ്പറ്റീഷൻ, രണ്ടുപേര് ഇഞ്ചോടിഞ്ച് മത്സരിച്ച് അഭിനയിച്ചു എന്നാണ് അറിയാം. ഇതിനകത്ത് വരുമ്പോ എനിക്ക് വേറെ ഒരാള് അല്ലെങ്കിൽ കിടിലായിട്ട് അഭിനയിച്ച് അല്ലെങ്കിൽ തകർത്തെന്ന് പറയാനുണ്ടെങ്കിൽ പുള്ളിക്കാരനിൽ വേറെ ആരെയും എനിക്ക് പറയാനില്ല. പിന്നെ പിന്നെ മാധവിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തമിഴ് നടനാണ്. പുള്ളിക്ക് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും അത് ചെറിയൊരു ഒറ്റ ഫോൺ കോളിൽ തന്നെ ചെറിയൊരു മാസ് സീൻസ് സൃഷ്ടിക്കാന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്യാരക്ടറാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. അത് കിടിലായിട്ട് തന്നെ പുള്ളി ചെയ്യണം. പക്ഷെ എന്നാലും ഒറ്റ ഒരു വ്യക്തിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന പറയുന്ന സെക്കൻഡ് വരുമ്പോ ദുരന്തറിൽ രൺവീർ സിംഗ് അങ്ങേരുടെ പെർഫോമൻസ് എന്താ അച്ഛനെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതി. പിന്നെ നായികക്ക് ഫസ്റ്റിലുള്ള അത്രയും സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും സെക്കൻഡിൽ കൊടുത്തിട്ടില്ല. എന്നാലും ഉണ്ട്, ഇമോഷൻ സീൻ ആണെങ്കിലും ഒത്തിരി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. എന്നാലും മൊത്തത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് രൺവീർ സിംഗിനെയാണ്. പിന്നെ പടത്തെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത് വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പടം കൂടിയാണ്. അതെന്ന് വെച്ചാൽ അത് ഒരു ആർമി പശ്ചാത്തലമല്ല, നമ്മളെ പാകിസ്ഥാൻ പശ്ചാത്തലം പറഞ്ഞ ഒരു കഥയാണ്. പാകിസ്ഥാൻ നടന്ന കഥയാണ്. അപ്പൊ അത് ബേസ് ചെയ്ത് വരുമ്പോൾ ഒരു ഫൈറ്റ് സീൻ വരുമ്പോൾ ഒരു ചേരിയിലുള്ള ഒരു ഫൈറ്റ് സീന വരുമ്പോ അപ്പൊ അങ്ങനത്തെ സീനൊക്കെ വരുമ്പോൾ കൂടുതലും സെറ്റ് വർക്ക് ഓവറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓവറായിട്ട് ഡ്രോൺ ഷോട്ട് പോലത്തെ ലെവലിൽ നമ്മൾ കാണിക്കാനാണെങ്കിൽ ഓവറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിമം ലെവലിൽ തന്നെ നമുക്ക് സെറ്റ് ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ളത് CG അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആഡ് ചെയ്യുകയാണ് പതിവ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്ക് ആയിട്ടുണ്ട്. അത് നമ്മളിപ്പോ ഒരു ഫൈറ്റ് സീനിന്റെ ഇടക്കാണെങ്കിലും അത് നമ്മൾ കൂടുതലും നമുക്ക് കണക്ട് ആണെങ്കിൽ ആ സീന് വരുന്ന വിഷ്വലും കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്കായെങ്കിൽ മാത്രമേ ആ സീൻ ഉൾപ്പെടെ നമുക്ക് കണക്ട് ആവുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ VFXും വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് VFXും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ വർക്കായിട്ടുള്ള ഒരു മൂവിയും കൂടിയാണിത്. പിന്നീട് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളെ നോട്ട് നിരോധനം. 500ന്റെ 1000ന്റെ നോട്ട് ഒറ്റ രാത്രി കൊണ്ട് നിരോധിച്ചു എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ പുറപ്പെടുവിച്ച ന്യൂസ് നമ്മളെല്ലാരും കണ്ടു കാണും. ആ ഒരു വിഷയത്തെ ഒരു മെയിനായിട്ട് ഇത് കാണിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും അന്ന് അങ്ങനെ ഒരു കാര്യം പുറപ്പെടുവിച്ചെന്നും ഒറ്റ രാത്രി കൊണ്ട് 500ന്റെ 1000ന്റെ നോട്ട് പിൻവലിച്ചു എന്നുള്ള ന്യൂസ് പുറപ്പെടുകയും പിന്നീട് അതുമൂലം കള്ളനോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടന ഒരു അധപ്പതനം തന്നെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ സിനിമയിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അത് ഒരു പോസിറ്റീവ് സൈഡ് മാത്രമായിട്ടാണ് അവർ കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ ആ നോട്ട് നിരോധനം വന്നതിലൂടെ മറ്റൊരു സാധാരണക്കാരായിട്ടും ചെറുകിട വ്യവസായം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിക്കുന്നവർക്ക് ഉണ്ടായ നഷ്ടവും കാര്യങ്ങളും അതും ഒരു നെഗറ്റീവ് സൈഡ് അതിന്റെ സൈഡിലുണ്ട്. പക്ഷെ അത് ഇവിടെ ഒരു പോസിറ്റീവ് എന്ന രീതിയിൽ മാത്രമാണ് അത് കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നീട് പറയാനുള്ള മോദിജി ഇതുപോലെ തന്നെ ഭരണത്തിൽ കയറുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യണത് അതിങ്ങനെ തീവ്രവാദികൾ ഇങ്ങനെ എല്ലാവരും കൂടി വട്ടം കൂടിയുന്നത് കാണുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനല്ലേ വരാൻ പോണെന്ന് പറഞ്ഞിട്ട് ഈ ചായ വിറ്റുണ്ടിരുന്നവൻ എന്തിന് ഇപ്പോഴും ഭരണത്തിൽ കയറി. അത് സിനിമയിൽ പ്രതിപാദിക്കുന്നത് മെയിനായിട്ടുള്ള പറയുന്ന വിഷയമാണ് ഉണ്ടാവുക. അല്ലാതെ ഞാൻ കൈന്നിടുന്നതല്ല, സിനിമയിൽ കാണിക്കുന്നതാണ്. ചായ വിറ്റിടുന്ന ആളെന്തിനാണ് ഇപ്പൊ ഈ ഭരണത്തിൽ വന്നത് എന്ന് ഒക്കെ ഒരു ശരിക്കും പേടിച്ചിരുന്ന് ആ സത്യപ്രതിജ്ഞ കാണുന്ന തീവ്രവാദികളെയൊക്കെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നാടൻ പേരും വീട്ടുകാരെല്ലാരും ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്ത് പോയി അവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്ത് വർഷങ്ങളോളം അവിടെ തന്നെ കിടന്ന് നമുക്ക് വേണ്ടി ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് സ്വന്തം ജീവിതം തന്നെ അതിനുവേണ്ടി ആർപ്പിച്ച ഒട്ടനവധി ജവാന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊരു സല്യൂട്ട് എന്ന രീതിയിൽ എനിക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. വേറൊന്നല്ല, ഇങ്ങനത്തെ ചില സിനിമകളും കഥകളൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഓർക്കണത്. അവര് ശരിക്കും സത്യം പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ ഒന്നും പുറത്തു വരുന്നില്ല. അവരാരാണെന്ന് പോലും വെളിപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവര്. അപ്പൊ അങ്ങനത്തെ ജീവിച്ചു പോകുന്ന എല്ലാവർക്കും ഒരു സല്യൂട്ട് എന്നേ പറയാനുള്ളത്. പിന്നെ എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു കിടിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ 49 മിനിറ്റ് ഉള്ള പടം ഒട്ടും തന്നെ ലാഗില്ലാണ്ട് അവസാനം വരെ നമുക്കൊരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഫസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിങ്ങും ഒക്കെ കാണിച്ചു തന്ന ഒരു കിടിലൻ മൂവി തന്നെയാണ്. എല്ലാവരും കൂടി മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ എന്നാ.